നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു തോൽവിയും അതുപോലെ തന്നെ ടീമിനകത്തുള്ള വിമർശനങ്ങളും ടീമിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു രസകരമായൊരു കാര്യം കൂടി പാക് ക്രിക്കറ്റിൽ സംഭവിച്ചിരിക്കുകയാണ്. ഒരു താരം ടൈം ഔട്ടായി എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളാൽ സംഭവിക്കാം. ക്രിക്കറ്റ് വളരെ റെയറായിട്ട് മാത്രം വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ടൈംഡ് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ പാക് ക്രിക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച ഒരു താരം, ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ ഒരു താരം, അദ്ദേഹം ഗ്രൗണ്ടിൽ ബാറ്റ് ചെയ്യാൻ എത്തിയില്ല. അതിൻ്റെ കാരണമാണ് രസകരം. അദ്ദേഹം ഉറങ്ങിപ്പോയി ഡ്രസ്സിംഗ് റൂമിൽ എന്നുള്ളത്. ഇത് എത്രത്തോളം ഒരു സീരിയസ്നെസ് ഇല്ലാതെയാണ് പാക് ക്രിക്കറ്റ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ താരങ്ങൾ പെരുമാറുന്നത് എന്ന് നമുക്കിപ്പോൾ അത് ആഭ്യന്തര ക്രിക്കറ്റാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ കളിക്കുന്ന സമയത്ത് അവരുടെ പ്രകടനത്തെയൊക്കെ നമ്മൾ മോശം പ്രകടനമൊക്കെ വന്നപ്പോൾ അതൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു താരം, അതും ഡ്രസ്സിംഗ് റൂമിൽ ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ കളിക്കാൻ എത്താതിരിക്കുക, അതിൻ്റെ പേരിൽ ടൈംഡ് ഔട്ട് ആവുക എന്ന് പറയുന്നത് ഒരു നാണക്കേട് തന്നെയല്ലേ? തീർച്ചയായും പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ നിലവിലെ അവസ്ഥയെ എടുത്തു കാണിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സൗദ് ഷക്കീൽ എന്നൊരു താരം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ആണെങ്കിലും ഒരു ലോക്കൽ താരമല്ല. ഈ സൈഫു പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തൊരു താരം കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ടൈംഡ് ഔട്ടായി പോവാണ്. അതിന് കാരണമാണ് ഈ ഏറ്റവും രസകരം. രണ്ടുപേര് പെട്ടെന്ന് ഔട്ടായപ്പോഴേക്കും കിടന്നുറങ്ങുകയായിരുന്നു. ആ താരത്തിനെ മാത്രം പഴിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മത്സരം നടക്കുന്ന സമയം നമ്മൾ നോക്കണം. പാക് ക്രിക്കറ്റ് ബോർഡ് മത്സരം കൊണ്ട് വെച്ചത് നോമ്പ് കാലം ആയതിനാലാണ് രാത്രി 7 മുതൽ പുലർച്ചെ 2:30 വരെ മത്സരം നടക്കുന്നത്. പുലർച്ചെ 2:30 വരെ നടക്കുന്ന മത്സരത്തിൽ ഈ ടൂർണമെൻറ്റിൽ ഏത് ടൂർണമെൻ്റ് ആയാലും ഏത് ടൈമായാലും ഒരു താരത്തിന് കാണിക്കുന്ന ഒരു പെരുമാറ്റത്തിൻ്റെ ഇത് ഉറങ്ങിപ്പോകുന്നൊക്കെ പറയുമ്പോൾ അതിൽ ന്യായീകരണമില്ല. ആ താരത്തിന് വലിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രിക്കറ്റിലേക്ക് വേണ്ടി നോമ്പ് കാലത്ത് നമുക്കറിയാം, ഫാസ്റ്റ് ചെയ്ത് വൈകിട്ട് വരെ നിന്നിട്ട് ഈ കളിക്കുന്നതിന് ശേഷമാണ് കളിക്കിറങ്ങുന്ന താരങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ താരങ്ങൾ, ക്രിക്കറ്റ് ബോർഡാണ് ഇതൊക്കെ പരിഗണിക്കേണ്ടത്. ഈ ക്രിക്കറ്റ് സംഘടിപ്പിക്കുന്ന സംഘാടകരാണ് പരിഗണിക്കേണ്ടത്. അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ തോന്നുന്ന സമയത്ത് നോമ്പ് കഴിഞ്ഞിട്ട് ശേഷം കളിക്കട്ടെ എന്ന രീതിയിൽ കളി വെക്കുന്നു. അതിന് ക്ഷീണിതനായിട്ടായിരിക്കുമല്ലോ എന്തായാലും ഉറങ്ങിപ്പോകുന്നു. അല്ലാതെ സൗദ് ഷക്കീലിനെ പോലെ താരം വെറുതെ കിടന്നുറങ്ങുന്നത് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി അതിന് ടൈം ഔട്ടായി പോകുന്നു. ആ ടീമിന് 3 ഹാർഡ്രിക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അതിനുശേഷം ഇറങ്ങിയ താരവും ഗോൾഡൻ ഡക്ക് വരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ പറയുമ്പം ഇതിൽ ആ താരത്തിനെ മാത്രം പഴിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിക്കറ്റ് ബോർഡിനെയും ആ സംഘാടകരെയും ഈ കളി ഇങ്ങനെ കൊണ്ടുപോകുന്നതിനും എല്ലാത്തിനും പുറമെ ഈ പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ആ സൗദ് ഷക്കീലിന് ഉറക്കം കാണിക്കുന്നത് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഉറക്കം തന്നെയാണ്. പാക് ക്രിക്കറ്റ് ബോർഡ് ക്രിക്കറ്റിനോട് എന്താണോ ചെയ്യുന്നത്, എന്ത് നീതീകരണമാണോ ചെയ്യുന്നത്, അത് തന്നെയാണ് ഇപ്പം ഇന്നലെ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ഇപ്പം ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിക്കറ്റുകൾ ഒരു ടീമിന് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ എന്നാൽ പോലും ഇപ്പം ഈ സമയത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും ആ ഒരു സമയത്ത് മത്സരം വെച്ചത് PCB ചെയ്ത തെറ്റാണെന്ന് നമുക്ക് പറയാം. അതായത് അതൊരു ശരിയായിട്ടുള്ള ഒരു സംവിധാനമല്ല എന്നുള്ളത് നമുക്ക് പറയാം. മറ്റൊരു കാര്യം, അതേ സമയത്ത് ഈ മത്സരം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും അതിൽ കളിക്കുന്ന താരത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഒരു ശ്രദ്ധിക്കേണ്ട, അത് ഒരു ന്യായീകരണമല്ല. സൗദ് ഷക്കീലിന്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണം നമുക്ക് കൊടുക്കാനില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ടീമാണ് ബാറ്റ് ചെയ്യുന്നതും 2 വിക്കറ്റ് പോയാൽ താനാണ് ഇറങ്ങേണ്ടതെന്ന് അറിയാം. ഇതിനു മുമ്പ് ഒരു ടൈം ഔട്ട് നമ്മൾ കണ്ടത് ഏഞ്ചലോ മാത്യൂസ് ബംഗ്ലാദേശ് വിവാദം അറിയാലോ. അത് അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്നും അത് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. അത് വിശദീകരിക്കുന്ന ന്യായീകരണം ഉണ്ടായിരുന്നു മാത്യൂസിന്. അതിനുശേഷം നടന്ന ആദ്യത്തെ ടൈം ഔട്ടാണ് പാക് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ടൈം ഔട്ടാണ് ഇന്നലെ നടന്നത്. അപ്പോൾ അത് കിടന്നുറങ്ങിയിട്ടാണ്. അത് യാതൊരു ന്യായീകരണവും ഇല്ല പറഞ്ഞാൽ ഒരു ന്യായീകരണവും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് മാത്രം പഴിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ശരിയാണ്. അദ്ദേഹത്തെ മാത്രം പഴിച്ചതുകൊണ്ടൊരു ഇതിൽ ഇപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മോശം പ്രകടനത്തിന് ശേഷം വലിയ വിമർശനങ്ങൾക്ക് പാക് ക്രിക്കറ്റ് വിധേയമാകുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ആ ഒരു വിമർശനങ്ങളുടെ ഭാഗം കൂടി ആയിരിക്കില്ലേ ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത ആളുകൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകാനുള്ള സാധ്യതയില്ലേ? അല്ല, നമുക്കറിയാം ഈ വിമർശനങ്ങൾ ഈ സമയത്ത് കുറച്ച് കൂടുതലുണ്ടാവും, ഉറപ്പാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരവും ജയിക്കാണ്ട് ആതിഥേയ ടീം പുറത്തു പോകുന്നു. അപ്പം വിമർശനങ്ങൾക്ക് ഒട്ടും കുറവുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു എന്ന് കരുതരുത്. കാരണം ഒരു ബാറ്റ്സ്മാൻ ടൈം ഔട്ടായി പോകുന്നത് അത് മത്സരത്തിനിടെ കിടന്നുറങ്ങിയിട്ടാണ്. അതൊരു അന്താരാഷ്ട്ര താരം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാണക്കേട് എന്തായാലും വരാനില്ല. അത് എന്തായാലും വാർത്ത പുറത്തു വരും. അത് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നേടിയ പാകിസ്ഥാൻ ടീമാണെങ്കിൽ പോലും അതിനുശേഷമാണ് ഈ മത്സരം നടക്കുന്നത് പോലും ഇത് വാർത്ത പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
അതിൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ദയനീയ അവസ്ഥ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായും. ഇപ്പോൾ ഈ ഒരു ഡിസ്മിസൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആകെ 7ാമത്തെ തവണ മാത്രമാണ് ഒരു ടൈം ഔട്ട് ഉണ്ടാകുന്നെന്ന് പറയുന്നത്. അതും ഈ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഇതൊരു ടൈം ഔട്ട് ചെയ്യണതിലും ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഔട്ടാവില്ലല്ലോ. നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഒരു നോമ്പ് കാലത്തിൻ്റെ സമയത്താണ് അതിന് ക്ഷീണം കഴിഞ്ഞിട്ടാകാം ഒരു അതിനെ പരിഗണിക്കണം. അത് പരിഗണിക്കേണ്ടത് PCB ആയിരുന്നു എന്നുള്ളതാണ് ബോർഡാണ്, ആ സംഘാടകരാണ് പിന്നെ പരിഗണിക്കേണ്ടത്. അത് ഉണ്ടായില്ല. അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നതൊക്കെ. ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാൻ ടീമിനെ തിരഞ്ഞെടുത്തത് പാക് സെലക്ടർമാർക്കെതിരെയും PCBക്കെതിരെയും വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ മുൻ താരങ്ങളൊക്കെ പറഞ്ഞത് നമുക്കറിയാം, വളരെ വളരെ രൂക്ഷമായ വർഷത്തിലാണ് വിമർശിച്ചത്. അതെല്ലാം ശരിയാണെന്നാണ് ഇപ്പോൾ പിന്നീട് വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ല. ഈ ചാമ്പ്യൻസ് ട്രോഫി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ആതിഥേയരായിട്ട് നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഫൈനൽ ഇപ്പം ദുബായിലാണെങ്കിൽ നടക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെയാണ് പാക് ക്രിക്കറ്റിന് ഇങ്ങനെ ഒരു നാണക്കേട് കൊണ്ട് സഹിക്കേണ്ടി വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഈ ടൂർണമെന്റ് ഇപ്പം പിന്നെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആണെങ്കിൽ പാകിസ്ഥാനാണല്ലോ മത്സരം നടക്കേണ്ടത്. തീർച്ചയായും. അപ്പോൾ ഇന്ത്യ ആയതുകൊണ്ടാണ് ഇവിടെ വന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇതേപോലെ അവിടെ പോയി കിടന്നുറങ്ങിയിട്ട് ഒരു അന്താരാഷ്ട്ര താരം ഇന്ത്യക്കെതിരെ ഇപ്പോൾ പറഞ്ഞ അർദ്ധ സെഞ്ചുറി അടിച്ച താരം അവിടെ പോയി കിടന്നുറങ്ങിയിട്ട് മത്സരം പുറത്താകുമെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല അതിൽ. തീർച്ചയായും. ഇപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. 3 പന്തുകൾക്കിടയിൽ 4 താരങ്ങളുടെ വിക്കറ്റ് നഷ്ടമായി എന്നുള്ളതാണ്. 3 പന്ത് കൊണ്ട് 4 താരങ്ങളുടെ വിക്കറ്റ് നഷ്ടമായത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഒരു മോശം പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ മറുവശത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുൻ പരിശീലകനായിരുന്ന ജെയ്സൺ ഗില്ലസ്പി അവരുടെ ഇപ്പോഴത്തെ പരിശീലകനെ കോമാളി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് ഇനി പാക് ക്രിക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ല, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആദ്യം തൊട്ട് പറയുന്നത് തന്നെയാണ്, പാക് ക്രിക്കറ്റ് ബോർഡാണ് ഇതിൽ നിന്ന് ടീമിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഈ പരിശീലകൻ കോമാളി എന്ന് വിളിക്കാൻ കാരണം ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ആദ്യമായ ടീം പുറത്താവുന്നത്. ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യക്കെതിരെയും തോറ്റു. ബംഗ്ലാദേശിൻ്റെ മത്സരത്തിൽ മഴ മൂലം മത്സരം തടസ്സപ്പെട്ടു. അപ്പം ഒരു മത്സരം പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരത്തിൽ. അപ്പം ഗില്ലസ്പി അദ്ദേഹത്തെ കോമാളി എന്ന് വിളിക്കാനുള്ള കാരണം ഇത് തന്നെയാണല്ലോ. ആ ടീമിനെ സെലക്ട് ചെയ്തപ്പോൾ തൊട്ട് വിമർശനങ്ങളുണ്ട്. അതിന് മുൻതാരങ്ങൾ ഉൾപ്പെടെ എല്ലാം വിമർശിച്ചിട്ടുണ്ട്. ആ ടീം പിന്നെ വളരെ കാലം ടീമിൽ നിന്ന് പുറത്തായ ഒരു താരം ഒരു പ്രകടനം നടത്താണ്ട് തിരിച്ചു ടീമിൻ്റെ പ്രധാനപ്പെട്ട റോളിലേക്ക് മടങ്ങിയെത്തുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ യാതൊരു തരത്തിൽ ഇവർ എന്ത് മാനദണ്ഡത്തിലാണ് സെലക്ടർമാർ പാക് ക്രിക്കറ്റിൽ ഈ ടീമിനെ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിലവിലെ ഫോമൊന്നും നമുക്കറിയാം. ഇവിടെ ഇപ്പം നമ്മൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിൽ പല താരങ്ങളും ഫോമിലുള്ള താരങ്ങൾ പുറത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഓരോ റോളിൽ ഓരോ നമ്പറിലേക്കും അവരെ കൊണ്ടുവന്നിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ പരമ്പരയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇപ്പം അക്ഷർ പട്ടേലിന് ഉൾപ്പെടെ നമ്മൾ 5ാം നമ്പറിൽ കളിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ ടീമും ഏത് ടീമായാലും ഒരു ബാക്കപ്പ്, ഓരോ നമ്പറിനും ബാക്കപ്പ് ഉണ്ടാകും. എല്ലാം നോക്കിയിട്ടാണ് ഒരു ICC ടൂർണമെൻറ്റ് ഇപ്പോൾ ഒരു ICC ടൂർണമെൻറ്റ് അല്ലെങ്കിൽ കൂടി ഒരു മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള മത്സരങ്ങളാണ് സീരീസ് ആണ് കൂടി അങ്ങനെ വളരെ ഇതാക്കിയിട്ടാണ് നമ്മൾ ടീം സെലക്ട് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനത്തെ യാതൊരു ഇതുണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ക്രിക്കറ്റിൽ തുടങ്ങി കുറച്ച് ആൾക്കാർ നമ്മളിപ്പം ഗ്രൂപ്പാക്കും, നമ്മൾ ഫോണിലൊക്കെ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ആഡ് ചെയ്യുമല്ലോ, അതുപോലെ പെറുക്കിയിട്ട് ആഡ് ചെയ്താണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നത്. അതാണ് ഈ കാണുന്നത്. ആ നമ്പറിലേക്കൊക്കെ അവർ എല്ലാം നല്ല താരങ്ങളാണ്, പക്ഷേ ഫോമിലുള്ള താരങ്ങളല്ല, അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല, വളരെ കാലമായി പുറത്തിരിക്കുന്ന താരങ്ങൾ, ഇവരൊക്കെ വന്നിട്ട് വെറുതെ കൂട്ടമായി മടങ്ങിപ്പോയി. അപ്പം അതിൽ നിന്ന് മാറ്റം വേണമെങ്കിൽ PCB തീരുമാനിക്കണം. ഇപ്പം ഗില്ലസ്പി പറഞ്ഞ പോലെ കോച്ചിനെ മാറ്റണം എന്നുള്ള ഇതാണല്ലോ ഇപ്പം വരുന്നത്. അതെ, കോച്ചിനെ കുറിച്ചിട്ട് ഗില്ലസ്പി പറയുന്നത് അദ്ദേഹം ആക്കിബ് ജാവേദ് മൊത്തം ടീമിനെ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ കൺട്രോൾ മൊത്തത്തിൽ ഏറ്റെടുക്കാനാണ് നോക്കിയെന്നുള്ളതാണ്. അതൊരു ശരിയായ രീതിയല്ല. അപ്പോൾ ഇപ്പം ടീം സെലക്ഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു പെർഫോമൻസ് നോക്കാതെ വളരെ അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള ഒരു താരങ്ങളെ എടുത്തുന്നത് അത് തന്നെയാണ് മത്സരത്തിനിടയിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യ മത്സരത്തിൽ ബാബർ അസം ന്യൂസിലാൻഡിനെതിരെ വളരെ ഒരു എന്താ പറയുക മെല്ലെപ്പോക്കാണ് കാഴ്ചവെച്ചത്. ഇപ്പൊ ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുള്ള ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാതെ അവർ തോൽക്കുകയും ചെയ്തു. പിന്നെ ആകെ കൂടെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ എങ്ങനെയാലും തോൽപ്പിക്കാന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും ആ ഒരു മത്സരവും നടന്നില്ല. പിന്നെ മറുവശത്ത് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ആശ്വാസം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലും അല്ല പാക് ക്രിക്കറ്റ് ആരാധകർ എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അവര് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് തന്നെ ടീമിനെ വിട്ടമട്ടായിരുന്നു. അതായത് എന്തായാലും പുറത്തായല്ലോ എന്നുള്ള മട്ടിലായിരുന്നു. ഇന്ത്യയോടുള്ള മത്സരത്തിൽ തോറ്റപ്പോൾ തന്നെ പാകിസ്ഥാൻ അതിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജാവേദ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കോച്ചാണ് ടീമിനെ മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി നോക്കുന്ന ഗില്ലസ്പി പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത് 4-5 താരങ്ങളാണ് ആ ടീമിനെ നിയന്ത്രിക്കുന്നത്. വിമർശനം കുറേ നാളായിട്ട് നിലനിന്ന് വരികയാണ്. മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ വിമർശിക്കുകയാണ് ഈ 4 താരങ്ങളാണ് ഇപ്പോൾ ടീമിനെ നോക്കുന്നത്, അവരെ മാറ്റണം എന്നുള്ളത്. എന്നിട്ട് പോലും PCB ഇതിൽ ഒരു ഇടപെടൽ നടത്തിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ PCB കൂടി എന്തോ ഒരു കോക്കസ് കൂടി നടത്തി വന്നു, ടൂർണമെൻറ്റ് നടത്തി, ടൂർണമെൻറ്റിൽ ഞങ്ങൾ പുറത്തായി.
മത്സരം നഷ്ടപ്പെട്ടു, ഫൈനലിലൊക്കെ പുറത്തേക്ക് പോയി, എല്ലാം കഴിഞ്ഞു. ഇവിടെ വേറെ ആഭ്യന്തര ടൂർണമെൻറ്റിന് പോയി, അവിടെ പോയി താരങ്ങൾ കിടന്നുറങ്ങുന്നു, ടൈം ഉണ്ടാക്കി പോകുന്നു. ഒരു സ്ട്രക്ചർ ഇല്ല, ഒന്നുമില്ല, ഒരു സിസ്റ്റം ഇല്ലാത്ത രീതിയിൽ പിന്നെ കുത്തഴിഞ്ഞ രീതിയിലേക്കാണ് PCB പോകുന്നതാണ് ഇതിൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ PCBയുടെ കാര്യം, സംഘാടകർ, സെലക്ഷൻ, അതുപോലെ തന്നെ കോച്ച്, ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരം പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറെ പ്രത്യേകത. ഇപ്പോൾ റിസ്വാനാണ് ക്യാപ്റ്റന്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ഇമ്പാക്റ്റും ഇല്ല, താരങ്ങളുടെ മേലെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. താരങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നത്, ഷെയ്ൻ അഫ്രീദി കുറെ മറ്റേ കോഹ്ലി സെഞ്ചുറി അടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ വൈഡ് എറിയുന്നു, പിന്നെ ആരാധകരുടെ ചീത്തവിളി കേൾക്കുന്നത്, കുറെ എന്തൊക്കെയോ ചെയ്യുന്നുള്ള അവസ്ഥ. ഒരു സംഘം ആൾക്കാർ വന്നിട്ട് നാല് ഭാഗത്ത് പിന്നെ രണ്ടുപേര് ബോളറിന് രണ്ടുപേര് ബാറ്റ് ചെയ്ത് അങ്ങ് പോയി തിരിച്ചു പോയി. അല്ലാണ്ട് ഒരു ടീമായിട്ടോ പിന്നെ ഒരു നായകനെ ഒരു ടീമായി കൊണ്ടുപോകാനോ ആ ടീമിനൊരു ഐക്യം ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 മത്സരം നമുക്ക് പറയാനുള്ള 2 മത്സരത്തിലും അത് കണ്ടിട്ടില്ല. അവർ വന്നു, ജസ്റ്റ് കളിച്ചു, തിരിച്ചു പോയി, പിന്നെ ടൂർണമെന്റ് നഷ്ടപ്പെടുത്തി. പിന്നെ ഒരു 96 ശേഷം വന്നൊരു ICC ടൂർണമെന്റിനെ നാണം കെട്ട രീതിയിൽ തന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുണ്ടെന്നില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പുറത്തു പോയത്. അതിനേക്കാൾ നാണക്കേട് ഇപ്പം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ, തീർച്ചയായും. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു താരം കിടന്നുറങ്ങിയിട്ട് ടൈംഡ് ഔട്ട് ആയി എന്നുള്ളത്. ഇതിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്, താരത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു തകർച്ചയിൽ നിന്ന് തിരിച്ചു വരാനുള്ള പാക് ക്രിക്കറ്റിന് അതെ, അതിന് ആ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു ആഘാതമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇൻസിഡന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലും അത് നമുക്ക് അങ്ങനെ തന്നെ അത് പറയേണ്ടി വരും. ഉറക്കത്തിൽ എന്തായാലും എഴുന്നേറ്റിട്ടുണ്ട്. അതുപോലെ PCBയും ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കട്ടെ, ടീമിനെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കാനും പ്രതീക്ഷിക്കാനും പറ്റും. തീർച്ചയായും.